നമസ്കാരം. ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആഗോളവൽക്കരണത്തിന്റെയും സാങ്കേതിക മുന്നേറ്റങ്ങളുടെയും കാലത്ത് മനുഷ്യർ കേവലം ഉപഭോഗ വസ്തുക്കളായി മാറരുതെന്ന ശക്തമായ മുന്നറിയിപ്പുമായി ലിയോ 14 പാപ്പ. സ്പെയിൻ സന്ദർശനത്തിന്റെ രണ്ടാം ദിനമായ ഞായറാഴ്ച വൈകുന്നേരം മാഡ്രിഡിലെ പ്രശസ്തമായ മൂവി സ്റ്റാർ അരോനയിൽ നടന്ന സാംസ്കാരിക സാമൂഹിക പ്രമുഖരുടെ മഹാസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർദ്ധിച്ചു വരുന്ന സാമൂഹിക ഭിന്നതകൾക്കെതിരെ പോരാടുവാനും പരസ്പര സൗഹൃദത്തിന്റെ പുതിയ ശൃംഖലകൾ തീർക്കുവാനും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. സ്പെയിന്റെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തെയും ചരിത്ര സ്മാരകങ്ങളെയും പ്രകീർത്തിച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് തന്റെ സന്ദേശം ആരംഭിച്ചത്. രണ്ടാം ലോക മഹായുദ്ധകാലത്തും തുടർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്തും വിശ്വാസത്തെ പ്രതി ജീവൻ വെടിയേണ്ടി വന്ന 11 രക്തസാക്ഷികളായ വൈദികരെ കത്തോലിക്ക സഭ വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തി. നാസി തടങ്കൽ പാളയങ്ങളിൽ ക്രൂരമായി കൊല്ലപ്പെട്ട 9 പോളിഷ് സലേഷ്യൻ വൈദികരെയും ചെക്കോസ്ലോവാക്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തൂക്കിലേറ്റിയ 2 ചെക്ക് വൈദികരെയുമാണ് ശനിയാഴ്ച നടന്ന പ്രത്യേക ചടങ്ങുകളിൽ വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തിയത്. വിശുദ്ധ പദവിക്കായുള്ള വത്തിക്കാൻ തിരുസംഘത്തിന്റെ തലവൻ കർദിനാൾ മാർസെല്ലോ സെമരാരോ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഇഗ്നാസി ഡൊബേസ്, ഫാദർ കരോൾ ഗോൾഡ, ഫാദർ ഫ്രാൻസിസ് എവർ, ഫാദർ ഫ്രാൻസിസ് മിസ്ക, ഫാദർ ലുഡ്വിഗ്, ഫാദർ വോഡ്മീർസ്, ഫാദർ കൈസീമിസ് എന്നിവരെയാണ് വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തിയത്. 1939 ജർമ്മനി പോളണ്ട് കീഴടക്കിയതിന് പിന്നാലെ കത്തോലിക്ക വൈദികർക്കെതിരെ നാസികൾ വലിയ രീതിയിലുള്ള പീഡനങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. അതിക്രൂരമായ പീഡനങ്ങളും പട്ടിണിയും നേരിട്ടാണ് ഇവർ മരണമടഞ്ഞത്. വിശുദ്ധ കുർബാന കേവലം ദേവാലയത്തിന് 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ട ഒന്നല്ല എന്നും അത് മനുഷ്യന്റെ ചരിത്രത്തെ മാറ്റിമറിക്കുന്ന നായകന്മാരും പ്രത്യാശയുടെ അടയാളങ്ങളുമാക്കുന്നുവെന്നും ലിയോ 14 പാപ്പ പറഞ്ഞു. കഴിഞ്ഞ ദിവസം സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. വിശുദ്ധ കുർബാനയുടെ യഥാർത്ഥ സ്നേഹത്തിലേക്ക് മടങ്ങുവാൻ ഏവരെയും ക്ഷണിച്ച മാർപ്പാപ്പ ഭക്തി എന്നത് കേവലം വ്യക്തിപരമായ ഒരു ആശ്വാസമായി മാറരുതെന്ന് മുന്നറിയിപ്പ് നൽകി. സ്വകാര്യ ഭക്തിയിൽ മാത്രം സ്വയം ചുരുങ്ങാതെ തകർന്ന കുടുംബങ്ങൾ, ദരിദ്രർ, കഷ്ടപ്പെടുന്നവർ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ എന്നിവർക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ വിശുദ്ധ കുർബാന നമുക്ക് ശക്തി പകരുന്നു. വിശുദ്ധ കുർബാനയുടെ ഈ പരിവർത്തന ശക്തി നമ്മെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന നായകന്മാരാക്കി മാറ്റണമെന്ന പ്രത്യാശയോടെയാണ് മാർപ്പാപ്പ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും തിരികൊളുത്തി കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജുവിന്റെ പുതിയ പ്രസ്താവന. കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വ്യക്തമാക്കുന്നതിനോടൊപ്പം രാജ്യത്തെ ആസൂത്രിതമായ ന്യൂനപക്ഷ പീഡനങ്ങൾ നടക്കുന്നുണ്ടെന്ന ആരോപണങ്ങളെ അദ്ദേഹം പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു. ഡൽഹിയിൽ നടന്ന ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന് റിഫോം ഉത്സവ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ 12 വർഷത്തെ പരിഷ്കരണങ്ങളെയും ന്യൂനപക്ഷ ക്ഷേമ പ്രവർത്തനങ്ങളെയും പ്രശംസിച്ച മന്ത്രി രാജ്യത്തെ മതസ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന വിമർശകരെ പരസ്യമായി വെല്ലുവിളിച്ചു. ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായ ന്യൂനപക്ഷ പീഡനം നടക്കുന്നുണ്ടെന്ന വാദങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ പ്രചരിപ്പിക്കുന്ന വെറും പ്രചാരണം മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലിയോ 14 മാർപ്പാപ്പയുടെ ചരിത്രപ്രസിദ്ധമായ സ്പെയിൻ സന്ദർശനത്തിന്റെ രണ്ടാം ദിനം പൂർത്തിയായപ്പോൾ മാഡ്രിഡ് നഗരത്തിലേക്ക് ഒഴുകിയെത്തിയത് ലക്ഷക്കണക്കിന് വിശ്വാസികൾ. 2011 ബെനഡിക്ട് 16 മാർപ്പാപ്പ പങ്കെടുത്ത ലോക യുവജന ദിനത്തിന് ശേഷം ഇതാദ്യമായാണ് ഒരു മാർപ്പാപ്പ സ്പെയിൻ മണ്ണിലെത്തുന്നതെന്നതിനാൽ അതീവ പ്രാധാന്യത്തോടെയാണ് രാജ്യം ഈ സന്ദർശനത്തെ വരവേൽക്കുന്നത്. സന്ദർശനത്തിന്റെ രണ്ടാം ദിനമായ ജൂൺ 7 സിബിലസ് സ്ക്വയറിൽ നടന്ന കോർപ്പസ് ക്രിസ്റ്റി തിരുനാൾ തിരുക്കർമ്മങ്ങൾക്കും ദിവ്യഗാന പ്രദക്ഷിണത്തിനും പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സംഘാടകർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 12 ലക്ഷത്തിലധികം വിശ്വാസികളാണ് ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്തത്. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.